തൃശ്ശൂര്. ഈ വാളൊറയിലിട്ട് നിൽക്കുന്ന ചുള്ളനായിരുന്നു ഇവിടുത്തെ രാജാവ്, ശക്തൻ തമ്പുരാൻ. ഈ ഗഡി വടിയായപ്പോ തൃശ്ശൂക്കാരൊക്കെ ഭയങ്കര ശക്തന്മാരായി. ഇഷ്ടംപോലെ സാംസ്കാരിക സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടും ഈ ചീഞ്ഞി നാരുന്ന മാർക്കറ്റിനും കുണ്ടും കുഴിയും വെള്ളക്കെട്ടുള്ള ഈ ബസ് സ്റ്റാൻഡിനും ശക്തൻ അങ്ങോട്ട് പേരിട്ടു. കുറെ പോത്തർച്ചും കള്ളും അകത്താക്കി വെടിക്കെട്ടിന്റെ ഇടയിൽ ചെന്ന് നിന്ന് എന്തോരം പന്നികൾ വടിയായാലും ഇപ്പോഴും പൂരപ്പറമ്പ് വെടിപ്പറമ്പ് തന്നെയാ. പോലീസുകാർ കുറെ നോക്കി വെടി നിർത്തി തൃശ്ശൂർ നന്നാക്കാൻ. എവിടെ നടക്കണ്? ഇപ്പൊ സകല ഉഡായ്പകളുടെയും ഡീലിങ്സ് പൂരപ്പറമ്പിലാണ്. കഞ്ചൻ, പൊടി, കട്ടപ്പിടി, സ്പിരിറ്റ്, പച്ചക്കണ്ണൻ, ഇതിന്റെ ഒക്കെ ഇറക്കുമതിയും കയറ്റുമതിയും പൂരപ്പറമ്പ് എന്നാന്നേ. ഇതിനൊക്കെ ചില ഏമാമാര് പോർന്നിരിക്കുന്നുണ്ടെന്നാ സർക്കാരും പറയണത്. നേരെ വെളുത്ത അന്ത്യാവോളം കരുവാന്റെ ആലയില ഒച്ചയും ബഹള. പേര് കൊട്ടേഷൻ. ഒളിസേവ ചെയ്യുന്ന ഭാര്യയ്ക്ക് ഭർത്താവിനെ പീസാക്കാൻ, ബ്ലാക്കിൽ കിടത്തുന്ന ഗോൾഡ് അടിച്ചു മാറ്റാൻ, മലപ്പുറം വഴി വരുന്ന ലക്ഷങ്ങളുടെ കുഴലടിച്ചു മാറ്റാൻ, ഗ്രൂപ്പ് കളിച്ച് വെട്ടി നിരത്തുന്നതിന് പണി കൊടുക്കുക, അമ്മായിക്ക് പഴം പുഴുങ്ങണ മാമേനെ മടക്ക് കസേരയിലിരുത്താൻ, മണ്ണ് മരം ഭൂമാഫികളെ ഒട്ടുന്നോനെ വികലാംഗ പെൻഷൻ അപേക്ഷിക്കാൻ. ഡമ്മോ, എന്നെ കൊണ്ട് വയ്യട്ട. ഇതൊക്കെ മൂടിടാൻ പറ്റിയൊരു സ്ഥലം കേട്ടാ, ലാലൂര്. ഒരു മനുഷ്യൻ അങ്ങോട്ട് അടക്കില്ല, അത്ര ബെസ്റ്റ് ചൂര. എന്തോരം ഗടികളാണെന്നറിയോ ഡെയിലി കത്തിപ്പിടിക്ക് വടിയാവണത്. ഇതിൻ്റെ ഒക്കെ ശക്തന്മാരെ ചാപ്ലി, ചൊക്ലി, ദുർഗ, കീരി, സാബു, കുറ്റൂര്, കൊക്കാല, കഴിഞ്ഞിട്ടില്ല ചിയാരം, കണിമംഗലം, ദിവാഞ്ചിമൂല, മൈലിപ്പാട്. ഇവരൊക്കെ തൊപ്പി വെച്ച കൊട്ടേഷനായിരുന്നു മൈലിപ്പാടം. ഈ ഗടി കാരണം വലിയ വലിയ ഏമന്മാര് ചെറിയ ചെറിയ വയമ്പും പരലും കരിപ്പിടിയും കുറഞ്ഞണ്ണിയിട്ടുണ്ട്. ഏയ്, ഈ ചെറുവകകൾ നല്ലോണം ഉണ്ടാവുന്ന 2-3 ഗുരുകുലങ്ങൾ നമ്മുടെ തൃശ്ശൂരുണ്ടെന്നേ. ഇപ്പോഴും ആ വക കാര്യങ്ങൾ തകൃതിയായിട്ട് തന്നെ നടക്കണ്ടേ. ചെമ്പ് ചുള്ളന്മാരാ കളിക്കാര്, നിസ്സാര കളിയല്ലട്ടാ. ഇപ്പോഴത്തെ ചില ഗടികളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ ചക്കമ്പൻ, സാബു ചക്കമ്പൻ. ഞാനൊരു കുരിശാണെന്നാ നാട്ടുകാർ പറയണേ. അങ്ങനെ പറയിപ്പിക്കാനായിട്ടേ ഞാൻ ഒരുപാട് പണിയെടുത്തുട്ടാ. ഇന്ന് ചക്കമ്പെന്ന് കേട്ടാ മോളിലും ചോട്ടിലുള്ളവരുടെ പിട്ടുക്കൊന്ന് പേട്ടയ്ക്കും. പണ്ട് കച്ചവടം നടത്താൻ വന്ന ബ്രിട്ടീഷുകാരെ നമ്മളെ ഭരിച്ചു. ഇന്നാ നമ്മളെ ഭരിക്കുന്ന ഒരു കച്ചവടം നടത്തണു. അപ്പൊ എനിക്കും തോന്നി ഒരു കച്ചവടം കളിച്ചാൽ എന്താന്ന്. അതും സർക്കാർ തന്നെ ഈ ഉടുപ്പിട്ടിട്ട്. ഇപ്പൊ നല്ല ബെസ്റ്റ് കളിയാ, ഒന്നും പിഴക്കണില്ല. അല്ലെങ്കിൽ പിന്നെ മൂക്കി പഞ്ഞു വെച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പളേ കർത്താവിനോട് ചോദിക്കില്ലേന്ന്, നീ ആരെ പിണ്ണാ കാട്ടണടാ തൃശ്ശൂർ അങ്ങാടിലെ CI ആയിരുന്നേന്ന്. പൂശിക്കോന്ന്. ഞാൻ സബ് ഇൻസ്പെക്ടർ രേഖ സി നായർ. ഡ്രാക്കുള ലേഡിന്നാ നാട്ടുകാർ എനിക്കിട്ടിരിക്കുന്ന പേര്. എന്താണെന്ന് അറിയില്ല, ചിലരുടെയൊക്കെ ചോര കുടിക്കുക. എനിക്കതൊരു മോഹ.
ഞാൻ വെറും ഒരു കോൺസ്റ്റബിൾ ആയിരുന്നു. എത്ര പെട്ടെന്നാ ഞാൻ SA പോസ്റ്റിലേക്ക് ഓടി കയറിയതെന്നറിയോ? അതെന്റെ ന്റെ ബലം കൊണ്ടാ. മുകളിലിരിക്കുന്നവർക്ക് അത് നന്നായിട്ട് അറിയാം. ഇതൊക്കെ ടോപ്പ് ലെവൽ കളികള്. ലോക്കൽ കളി വേറെയാ. ജസ്റ്റ് ഒരു ദിവസത്തെ കാര്യമുള്ളൂ, അത് പ്രശ്നമാക്കണ്ട. ഈ മണിത്തരിന്ന് വിരിയാത്ത പൈതങ്ങളാ റൺസ് എടുക്കണത്. നേരെ വെളുത്ത 2 പുസ്തകം എടുത്ത് ബൈക്കിൽ അങ്ങോട്ട് ഇറങ്ങും. പിന്നെ അങ്ങോട്ട് കറങ്ങല. ഫെവിക്കോൾ ഒട്ടിച്ച പോലെ ഒരു കിളുന്നുണ്ടാവും പിന്നില്, ഹെൽമെറ്റും വെച്ചിട്ട്. ഹോ, കുട്ടി എപ്പോഴാ കാണാതായത്? ഇന്നലെ രാവിലെ സ്കൂളിൽ പോയതാ, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. മോൾക്കെപ്പോഴാ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തത്? 10ാം ക്ലാസ് പാസ്സായി. കിടാങ്ങളെ എങ്ങട്ടാ പോണേ, എന്തൂട്ടിനാ പോണേ എന്നൊക്കെ അന്വേഷിക്കാൻ തന്തയ്ക്കും തള്ളയ്ക്കും നേരല്ലല്ലോ. ഒക്കെ ബിസിനസിന്റെ തിരക്കിലല്ലേ. എന്തെങ്കിലും ചെയ്യാൻ സാറിനെ പറ്റുള്ളൂ. ഹലോ, കൺട്രോൾ റൂം കണക്ട്. ഇതിന്റെ ഇടയിൽ നമ്മുടെ മാമന്മാര് പണി തുടങ്ങും. കാണാനില്ലെന്നും പറഞ്ഞിട്ട് ഒരു കടലാസ് കൊടുത്താൽ മതി, ബാക്കിയൊക്കെ അവരായിക്കോളും. പിന്നെ കടലിൽ കടുക് പോയണവും കാര്യങ്ങൾ. ലാസ്റ്റ് പെൺകുട്ടികൾ പാരച്ചൂട്ടിൽ ഇറങ്ങുമ്പോഴോ വെള്ളത്തിൽ പൊന്തുമ്പോഴാണ് എന്താ മോളെ അമ്മ അറിഞ്ഞില്ലേടി നിനക്കുണ്ടായിരുന്നത്. ബസ്സിലിറങ്ങിയത് ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരുന്നുണ്ട്. അവര് മാതൃഭൂമി സർക്കിളിൽ നിന്ന് പാസ് ചെയ്തു. ഇപ്പൊ അവിടെ എത്തും. വിട്ടോടാ. ശരിടാ, കാണാം. കേറിക്കോ. Over. Micro, white car. KL45H 5406. അല്ല, മക്കളെ അത്ര പുത്ര തവളാച്ചി കളിക്കാണാ? എന്തിനാടാ ഇങ്ങനെ ഇരുന്ന് ബിംബിഷ്ടപ്പെടുന്നത്? സാറ് നിങ്ങക്ക് കൃത്യമായ സ്ഥലം കാണിച്ചു തരാം. ഞങ്ങടാ പുറത്തേക്ക്. ഓ, ഇനി ചേച്ചിയോട് പ്രത്യേകം പറയണമായിരിക്കും. ഇങ്ങോട്ട് ഇറങ്ങടി. നിനക്കുള്ള പണികൾ കൊണ്ടുപോയി. സാറേ, നല്ല പൊടിമീൻ കിട്ടിയിട്ടുണ്ട്. ഐസ് ഇടാത്തതാ. ഓക്കെ, ബൈ. മോങ്ങനോടി ഇളക്കം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെറ്റവരെയും പറപ്പിച്ചവരെയും മറന്നൊരു ഇറക്കോ ഊതിച്ച് മക്കള്. സാറേ, എന്താടി ഇങ്ങനെ തല്ലാനൊന്നും പാടില്ല സാറേ, ഞങ്ങക്ക് സംഘടനയും കാർഡൊക്കെ ഉള്ളതാ. ഇറക്കി വിടടി ഇവറ്റകളെ. വടി, നമുക്ക് പോവാം. മാഡം, ആ കൊച്ചുങ്ങളുടെ കാര്യം? ഓക്കെ മാഡം, ഓക്കെ മാഡം.